ഹായ് അസ്സലാമു വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പം വിത്ത് ചിക്കൻ ലിവർ റോസ്റ്റാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി ചിക്കൻ്റെ ലിവർ എടുത്ത് നമുക്ക് കുറച്ച് വെള്ളത്തിൽ അത് സോക്ക് ചെയ്ത് വെക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് വിനേഗറും കുറച്ച് സോൾട്ടും ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആ ഡാർക്ക് റെഡ് കളറ് റിമൂവായി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിനേഗറും സോൾട്ടും വെള്ളത്തിൽ ആഡ് ചെയ്യുന്നത്. ദെൻ കുറച്ച് നേരത്തിന് ശേഷം നമുക്ക് അത് ക്ലീൻ ചെയ്തെടുക്കാം. ഒപ്പം ചെറിയ പീസുകളായിട്ടും കട്ട് ചെയ്ത് വെക്കാം. ദെൻ ഇതിൻ്റെ മസാലയിലോട്ട് നമുക്ക് കിടക്കാം. അതിനായി ആദ്യം മിക്സിയുടെ ഒരു ചെറിയ ജാറെടുത്ത് അതിലോട്ട് ജിഞ്ചർ ഗാർലിക്ക് ഒപ്പം പെരുംജീരകം അല്ലെങ്കിൽ ഫെനൽ സീഡ്സും ആഡ് ചെയ്ത് നല്ല പേസ്റ്റ് രൂപത്തിലോട്ട് അരച്ചെടുക്കാം. ദെൻ പാനിലോട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ, അതിലോട്ട് ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 2 പച്ചമുളകും കുറച്ച് വേപ്പിൻ്റെ ഇലയിട്ട് നന്നായി സോട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒരു വലിയ ഒണിയൻ ആഡ് ചെയ്യാം. എന്നിട്ട് അതും നന്നായി നമുക്ക് മിക്സ് ചെയ്യാം. ഒപ്പം തന്നെ ഒരു മീഡിയം സൈസ് ടൊമാറ്റോയും ആഡ് ചെയ്ത് നന്നായി സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മസാലകളിലോട്ട് കിടക്കാം. ചില്ലി പൗഡർ, ടെർമറിക് പൗഡർ, പെപ്പർ, കൊറിയാൻഡർ പൗഡർ, ചിക്കൻ മസാല, ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതൊക്കെ ആഡ് ചെയ്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പൊടികളുടെ അളവുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കറക്റ്റായി കൊടുക്കാം. ദെൻ നന്നായി ആ റോസ് സ്മെല്ല് മാറുന്നവരെ നന്നായി സോട്ട് ചെയ്തെടുക്കുക. ദെൻ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കിയ നമ്മുടെ ലിവർ ആഡ് ചെയ്യാം. ലിവർ ആഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം അതിൽ നിന്ന് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് വെള്ളം ഉണ്ടാവും. നമുക്ക് ഇതിൻ്റെ ലിവറിൽ നിന്ന് തന്നെ ഇറങ്ങും. നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി വേവിച്ചെടുക്കാം. അത്യാവശ്യം ലിവറിന് കുറച്ച് ടൈം എടുക്കും വേവാൻ. സോ നമുക്ക് അതിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത് നന്നായി വേവിച്ചെടുക്കാം. ഒപ്പം ഇത് മിക്സ് ചെയ്യുമ്പോൾ നന്നായി കെയർഫുള്ളായിട്ട് മിക്സ് ചെയ്യുക വേണം. കാരണം അത് ചെറിയ പീസസായി കട്ട് ചെയ്ത് കാരണം നല്ലോണം പൊട്ടിപ്പോരാൻ ചാൻസ് ഉണ്ട് വീണ്ടും. സോ നമ്മൾ അത് നന്നായി ശ്രദ്ധിക്കണം. ഒപ്പം നമ്മൾക്ക് ഇതിൻ്റെ കൂടെ ഇപ്പോൾ സോൾട്ടും ചെക്ക് ചെയ്യാം. ദെൻ ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ദെൻ നമുക്ക് ഇത് തുറന്ന് വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് തുറന്ന് വെച്ച് വറ്റിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിലോട്ട് കിടക്കാം. ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും പിന്നെ നമുക്ക് ഒരു 1/2 സ്പൂൺ കോക്കനട്ട് ഓയിലൂടെയും ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യാം. ദെൻ നമുക്ക് നന്നായി അടച്ചു വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ചിക്കൻ ലിവർ റോസ്റ്റ് ഇവിടെ തയ്യാറായിരിക്കുന്നു. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് അപ്പം പ്രിപ്പയർ ചെയ്യാം. അതിൻ്റെ അപ്പം ബാറ്റർ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഇതിൻ്റെ കൂടെ അപ്പം മാത്രമല്ല കേട്ടോ, ചപ്പാത്തി അതുപോലെ വൈറ്റ് റൈസൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഇപ്പം ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി അപ്പത്തിന് വേണ്ടി അതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. അതിനു വേണ്ടി 1 കപ്പ് ഇഡ്ഡലി റൈസ് നമുക്ക് സോക്ക് ചെയ്ത് വെക്കാം. ഒരു 2-3 അവേഴ്സ് മുന്നേ സോക്ക് ചെയ്ത് വെക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് കോക്കനട്ട് പൗഡറാണ് അത് യൂസ് ചെയ്യുന്നത്. കോക്കനട്ടാണ് യൂസ് ചെയ്യേണ്ടത്. ഞാൻ മെയിൻലി കൂടുതലും എല്ലാത്തിനും ഇൻസ്റ്റെഡ് ഓഫ് കോക്കനട്ടിന് പകരം ഞാൻ കോക്കനട്ട് പൗഡറാണ് യൂസ് ചെയ്യുക. സോ അത് നന്നായി നമുക്ക് അരച്ചെടുക്കാം ആ മിക്സ്. ദെൻ 1/2 കപ്പ് റൈസ് പൗഡർ കൂടി എടുത്ത് നമുക്ക് 1/2 കപ്പ് റൈസ് പൗഡർ നമ്മൾ വേറൊരു ബൗളിലോട്ട് എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് സോൾട്ടും ആഡ് ചെയ്ത് നമ്മൾ അരച്ച് വെച്ച ബാറ്റർ കൂടി ഇതിലോട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ ബാറ്റർ റെഡിയാണ്. ദെൻ നമുക്ക് പാനിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുക. എണ്ണ ഇത് യൂസ് ചെയ്തത് നല്ലെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലെണ്ണ അതുപോലെ ഓയിലൊക്കെ നമുക്ക് ഓയിൽസൊക്കെ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്താൽ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു തവണ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തപ്പോൾ അതൊന്ന് തീരെ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഓയിൽ യൂസ് ചെയ്യാൻ കൂടുതലും ഓയിലും നല്ലെണ്ണയാണ് യൂസ് ചെയ്യാറ് അപ്പം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അപ്പം ഇവിടെ റെഡി ആയിരിക്കുന്നു. നല്ല അടിപൊളി ക്രിസ്പി അപ്പം ഇവിടെ റെഡിയായി. അപ്പം ചിക്കൻ ലിവർ റോസ്റ്റും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. എന്തായാലും മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ് ഇത്. നല്ല ടേസ്റ്റ്. എന്തായാലും എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്.